ഹലോ ഗൈസ്, ഐ എം അലീഷ ആൻഡ് ഐ എം എ തേർഡ് ഇയർ വെറ്റിനറി സ്റ്റുഡൻറ്റ്. ഇപ്പോൾ നീറ്റൊക്കെ കഴിഞ്ഞിട്ട് വെറ്റിനറി മെഡിസിൻ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്നവരും ഒരു വെറ്റിനറി ഡോക്ടർ ആവണമെന്നുള്ള ഡ്രീമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പണ്ടത്തെക്കാളും ഇപ്പോൾ വെറ്റിനറിക്ക് കൂടുതൽ സ്കോപ്പ് കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പെറ്റ്സ് ഇല്ലാത്തൊരു വീടെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തും വെറ്റിനറി മെഡിസിന് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ ക്ലിനിക്കലും നോൺ ക്ലിനിക്കലും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വളരെയധികം ഉണ്ട്. ക്ലിനിക്കലി ഒരു വെറ്റിനറി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ PSC എക്സാം വഴി കേരളത്തിലും NAVLE പോലുള്ള ലൈസൻസിങ് എക്സാമുകൾ എഴുതി ഇന്ത്യയുടെ പുറത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് റിസർച്ചിനോടാണ് താല്പര്യമെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് അനവധിയുണ്ട്. കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ വരെ ഫണ്ടഡ് സ്കോളർഷിപ്പോടെ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കും. ശരിക്കും വെറ്റിനറി മെഡിസിനോട് നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും അനവധിയാണ്. The best doctor in this world is a veterinarian. കാരണം നമ്മുടെ പേഷ്യൻസിന് നമ്മളോട് സംസാരിക്കാനോ അവർക്കുണ്ടാവുന്ന പ്രോബ്ലംസ് നമ്മളോട് പറയാനോ കഴിയില്ല. ശരിക്കും ഒരു പീഡിയാട്രീഷ്യൻ എങ്ങനെയാണോ അതുപോലെയാണ് ഓരോ വെറ്റിനറി ഡോക്ടർമാരും. മോർ ദാൻ എനിത്തിങ് ഇറ്റ്സ് എ സർവീസ്. ഈ മിണ്ടാപ്രാണികളുടെ വേദനയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സംതിങ് ഡിവൈൻ അല്ലേ? സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വെറ്റിനറിയൻസ് ആർ ദി ഓൺലി ഡോക്ടേഴ്സ് ഹു സ്പീക്ക് ഫോർ ദോസ് ഹു കാനോട്ട് സ്പീക്ക് ഫോർ ദംസെൽസ്.